ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ ഇനി ഒരു മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. അടുത്ത മാസം 18-ാം തീയതിയാണ് ആഞ്ചലോട്ടി വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. നെയ്മർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സർവേ ഡാറ്റ ഫോൽഹ നടത്തിയിരുന്നു. അതായത് ബ്രസീലിലെ ജനങ്ങൾക്കിടയിലാണ് സർവേ നടത്തിയിട്ടുള്ളത്. നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നായിരുന്നു സർവേ. അതിൽ ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ വലിയ ഒരു വിഭാഗം പേരും പറഞ്ഞിട്ടുള്ളത് നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ്. സർവേയിൽ പങ്കെടുത്ത 53% ആളുകളും അഭിപ്രായപ്പെട്ടത് നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അതായത് ഭൂരിഭാഗം പേരും പറഞ്ഞത് നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിന് വേണം എന്നുള്ളതാണ്. അതേസമയം 34% ആളുകൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിന് വേണ്ട എന്നുള്ളതാണ്. അതായത് നെയ്മറെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന അഭിപ്രായക്കാർ 34% ആളുകളാണ് ഉള്ളത്. അതേസമയം 8% ആളുകൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. 5% ആളുകൾക്ക് ഇതേക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ എന്ത് പ്രതികരണം രേഖപ്പെടുത്തണം എന്നറിയില്ല. ഇങ്ങനെയാണ് ഈ ഒരു സർവേ റിപ്പോർട്ട് വരുന്നത്. ഏപ്രിൽ 7-ാം തീയതിക്കും ഏപ്രിൽ 9-ാം തീയതിക്കും ഇടയിലാണ് ബ്രസീലിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബ്രസീലിലെ ആളുകൾക്കിടയിൽ ഡാറ്റ ഫോൽഹ ഈ ഒരു സർവേ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും 34% ആളുകളും പറയുന്നത് നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകേണ്ട എന്നുള്ളതാണ്. ഏതായാലും നെയ്മർ ജൂനിയർ തന്റെ ഫിസിക്കൽ ഫിറ്റ്നസും അതുപോലെ തന്നെ പ്രകടന മികവും ഒക്കെ വീണ്ടെടുത്തിട്ടുണ്ട്. ഇനി പരിക്കുകൾ പറ്റാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.